നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തായിരുന്നു. അതായത് എല്ലാവരുടെ ആ ഒരു നിയമമാറ്റം 5 വർഷം എന്നുള്ളത് 10 വർഷം ആക്കാൻ പോകുന്ന നിയമമാറ്റം വരാൻ പോകുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരുന്നു എന്ന്. പക്ഷേ ഇപ്പം ഹോം ഓഫീസ് എന്നുള്ളൊരു വാർത്ത വരുന്നത് ഈ ഒരു നിയമമാറ്റം വരാൻ പോകുന്നത് ഓട്ടം ടൈം, അതായത് 2026 സെപ്റ്റംബർ നവംബർ ആ ഒരു ടൈമിലായിരിക്കും ഈ നിയമമാറ്റം വരാൻ പോകുന്നത്. ശബാന മോദി ഇപ്പോഴും തർപ്പിച്ച് പറയുന്നുണ്ട് ഈ ഒരു നിയമം UK-യിലുള്ള എല്ലാവർക്കും എഫക്റ്റ് ആവും, ഓൾറെഡി ഇവിടെ ഉള്ളവർക്കും എഫക്റ്റ് ആവും, ഓൾറെഡി ഇവിടെ വർക്ക് വിസയിലുള്ളവർക്കും എഫക്റ്റ് ആവാൻ പോകുന്നു എന്ന്. അതായത് ഇതുവരെ ഒരു നിയമമായിട്ടില്ല, ഇത് നിയമം ആവുന്നുണ്ടെങ്കിൽ തന്നെ സെപ്റ്റംബറിലേ ആവാൻ പോകുന്നുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ UK കുറച്ച് കൺട്രീസിന് സ്റ്റുഡൻറ്റ് വിസ കൊടുക്കുന്നില്ല. അഫ്ഗാനിസ്ഥാൻ, മ്യാൻമർ, കാമറൂൺ, സുഡാൻ എന്നീ രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസ കൊടുക്കാത്തത്. എനിക്ക് തോന്നുന്നു കൂടുതൽ അസൈലം വിസ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു അപ്ഡേറ്റ് ആണ്, 2026 മാർച്ച് 2 ശേഷം അപ്ലൈ ചെയ്യുന്ന, അതായത് അസൈലം വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് 30 മാസത്തേക്കുള്ള വിസ മാത്രമേ കിട്ടത്തുള്ളൂ. ആ 30 മാസം കഴിഞ്ഞിട്ട് അവർ ചെക്ക് ചെയ്തു അവർ ഏത് കൺട്രിയിൽ നിന്നാണ്, ആ കൺട്രി സേഫ് ആണെങ്കിൽ അവരെ ഡീപ്പോർട്ട് ചെയ്ത് ആ കൺട്രിയിലേക്ക് തന്നെ പറഞ്ഞു വിടും. ഇതിന് മുന്നേ അവർക്ക് 5 അസൈലം അപ്ലൈ ചെയ്താൽ കറക്റ്റ് 5 വർഷത്തേക്കുള്ള വിസ കിട്ടും. ആ 5 വർഷം കഴിഞ്ഞാൽ അവർക്ക് PR-ന് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, 30 മാസത്തേക്ക് കിട്ടുള്ളൂ. ആ 30 മാസം കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്യും, അവരെ കൺട്രി സേഫ് ആണെങ്കിൽ അവരങ്ങോട്ട് തന്നെ പറഞ്ഞു വിടും. അങ്ങനെ അസൈലം വിസക്കാർക്ക് 30 മാസവും കഴിഞ്ഞ് നീട്ടി കിട്ടുകയാണെങ്കിൽ, അവർക്ക് PR കിട്ടണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് 20 വർഷം വരെ അവർ കാത്തിരിക്കണം PR-ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു നിയമം വന്നോടെ നമുക്ക് പ്രതീക്ഷിക്കാം ബോട്ടിലൂടെ കയറി വരുന്നവർ കുറയുമെന്ന്.